യേശു ജീവിക്കുന്നു, അവൻ ജീവിക്കുന്നു, അവൻ ജീവിക്കുന്നു, എന്നിൽ യേശു ജീവിക്കുന്നു. ഞാൻ ജീവിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നിൽ യേശു ജീവിക്കുന്നു. അവൻ ജീവിക്കുന്നു, അവൻ ജീവിക്കുന്നു, എന്നിൽ യേശു ജീവിക്കുന്നു. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. റോമാലേഖനം 6-ാം അധ്യായം 4-5 വാക്യങ്ങൾ. സ്നാനം ക്രിസ്തുവിനോടുകൂടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ അടയാളമാണ് എന്ന ഈ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവശാസ്ത്ര ചിന്തകനായ ബോൺഹോഫർ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞത്, ഒരുവൻ ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുമ്പോൾ ആ നിമിഷം മുതൽ അവൻ ക്രിസ്തുവിൻ്റെ വകയായിത്തീരുന്നു. അതായത് ലോകത്തിൻ്റെ അധികാരത്തിൽ നിന്ന് മാറി ക്രിസ്തുവിൻ്റെ ഉടമസ്ഥാവകാശത്തിൽ ആകുന്ന അനുഭവമാണ് സ്നാനം. അതായത് സ്നാനം ഒരു വേർതിരിവിൻ്റെ അടയാളം ആകുന്നു. സ്നാനത്തെക്കുറിച്ച് 2 ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. ഒന്ന്, സ്നാനം ഒരുവൻ തൻ്റെ പഴയ ലോകത്തോടൊപ്പം മരിക്കുന്ന അനുഭവം ആണ്. ഗലാത്യർ 3:27 ഇങ്ങനെ പറയുന്നു, നാം സ്നാനമേറ്റിരിക്കുന്നത് യേശുക്രിസ്തുവിനോട് ചേരുവാനാണ്. അതായത് സ്നാനത്തിൽ കൂടി ഈ ലോക അനുഭവങ്ങളിൽ നിന്ന് സമ്പൂർണ്ണമായി വേർപെട്ട് യേശുക്രിസ്തുവിൻ്റെ വകയായിത്തീരുന്നു. സ്നാനത്തിൽ കൂടി ഈ ലോകത്തിന് മരിക്കുന്നു. ഈ മരണം സ്വയമായി നേടിയെടുക്കുവാൻ കഴിയില്ല. ക്രിസ്തുവിലും ക്രിസ്തുവിൽ കൂടെയും അല്ലാതെ മരിക്കുക സാധ്യമല്ല. അതുകൊണ്ട് ക്രിസ്തുവിൽ കൂടി ലഭിക്കുന്ന ഈ മരണം കൃപയുടെ ദാനമാണ്. നോഹയുടെ കാലത്തുണ്ടായ ജലപ്രളയത്തിൽ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചത് സ്നാനത്തിൻ്റെ അടയാളമാകുന്നു എന്ന് 1 പത്രോസ് 3, 19, 20, 21 വാക്യങ്ങളിൽ വായിക്കുന്നു. ജലപ്രളയം ഭൂമിയെ ശുദ്ധീകരിക്കുന്നതിനു വേണ്ടിയായിരുന്നു. ചെങ്കടലിൽ കൂടിയുള്ള ഇസ്രായേലിൻ്റെ യാത്ര ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് ശാശ്വതമായ വിമോചനം അവർക്ക് നൽകി. ചെങ്കടലിൽ കൂടി കടന്ന് മോശയോട് ചേർന്നത് മേഘത്തിലും സമുദ്രത്തിലുമുള്ള സ്നാനമെന്ന് 1 കൊരിന്ത്യർ 10, 1 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു. സ്നാനത്താൽ ഒരിക്കലായി നാം അനുഭവിക്കുന്ന മരണമാണ് ക്രിസ്തുവിൻ്റെ ക്രൂശ്. യേശുവിൻ്റെ വിളി കേട്ടവർ പഴയ ജീവിതത്തെ മരിപ്പിച്ചിട്ടാണ് അവനെ അനുഗമിച്ചത്. അവർ തങ്ങൾക്കുള്ള സകലവും വിട്ട, അതായത് പഴയ ജീവിതത്തെ മരണത്തിന് ഏൽപ്പിച്ചിട്ട യേശുവിനോടൊപ്പം സഞ്ചരിച്ചത്. ക്രൂശ് എടുക്കുക എന്നത് തന്നെത്താൻ ത്യജിക്കുക എന്നതാണ്. മത്തായി 16:24. അതായത് സ്വയം ശൂന്യമാകുന്ന അനുഭവം. അതായത് പഴയ ജീവിതത്തെ അവസാനിപ്പിച്ച് സ്വയം ശൂന്യമായി ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന അനുഭവം. ശിഷ്യന്മാർ ആരും സ്നാനം സ്വീകരിച്ചതായി പറയുന്നില്ല. എന്നാൽ ക്രിസ്തുവിനോട് ചേർന്ന് അവർ പഴയതിനെ ഉപേക്ഷിച്ചു. സ്നാനത്താൽ നാം ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളിൽ പങ്കാളികളാകുന്നു. റോമർ 6:3 പറയുന്നത്, യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുന്നു. സ്നാനത്താൽ നാം അവനോടുകൂടി കുഴിച്ചിടപ്പെടുന്നു. അതായത് സ്നാനത്തിൽ കൂടി നമ്മുടെ പഴയ ജീവിതത്തെ മുഴുവൻ കുഴിച്ചിടുന്നു. 2, സ്നാനം ക്രിസ്തുവിലൊരു പുതിയ മനുഷ്യനായി രൂപപ്പെടുത്തുന്ന അനുഭവമാണ്. യേശുവിൻ്റെ മരണത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കി തരുന്ന ഒരു ഭാഗമാണ് യോഹന്നാൻ 12, 20 മുതൽ 26 വരെ വാക്യങ്ങൾ. യേശു ഇവിടെ പറയുന്നത്, കൊതുമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ എരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവ് ഉണ്ടാകും. യോഹന്നാൻ 12:24. കൊതുമ്പ് മണിയുടെ ദൃഷ്ടാന്തം യേശുവിൻ്റെ മരണത്തിൻ്റെ അനിവാര്യതയെ വെളിപ്പെടുത്തുന്നു. സകല മനുഷ്യർക്കും ജീവൻ ഉണ്ടാകുവാൻ യേശു മരിക്കണമായിരുന്നു. അത് മനസ്സിലാക്കി തരുന്നതിന് പ്രകൃതിയിൽ നിന്ന് കോതമ്പമണിയുടെ ഉദാഹരണം ചൂണ്ടിക്കാട്ടി യേശു പറയുന്നത്, ചകാതെ
പുതുജീവൻ കൊടുക്കുവാൻ ആവില്ല. വിതച്ച കോതമ്പ് മണി നശിക്കുവാൻ തുടങ്ങുന്നതുകൂടി അതിൽ ജീവൻ വെച്ച് വിത്ത് മുളച്ച് വരുന്നു. ഇത് എപ്പോഴും കാണുന്നത് കൊണ്ട് അതിലെ അത്ഭുതം ശ്രദ്ധിക്കാറില്ല. ഒരു ധാന്യമണി ചാകുമ്പോൾ അതിൽ നിന്ന് ഒരു പുതിയ ജീവൻ ഉണ്ടാകുന്നു. ജീവനുള്ള വളരെയധികം മണികൾ അതിൽ നിന്ന് ഉണ്ടാകുന്നു. അതുപോലെ നാം ക്രിസ്തുവിനോട് കൂടി മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. റോമർ 6:8 സ്നാനത്തിലൂടെ ക്രിസ്തു നമ്മെ തൻ്റെ മരണത്തിൽ പങ്കാളികളാക്കിയിരിക്കുന്നു. ക്രിസ്തു ഒരിക്കലായി മരിച്ചതുപോലെ സ്നാനത്തിലെ മരണം മൂലം നാമും പാപത്തിന് മരിച്ചിരിക്കുന്നു. റോമർ 6:11 വായിക്കുന്നത്, അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. സകലവും വിട്ട് യേശുവിനെ അനുഗമിച്ച ശിഷ്യന്മാർ യേശുവുമായുള്ള സംസർഗത്തിലും അവനുമായുള്ള ശാരീരിക സാന്നിധ്യത്തിലുമാണ് ജീവിച്ചത്. അതേ കൂട്ടായ്മയുടെ അനുഭവമാണ് സ്നാനത്തിലൂടെ നാം അനുഭവമാക്കുന്നത്. സ്നാനമേറ്റ നാം എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. പലരായി നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളും ആകുന്നു. റോമർ 12:9 5 സ്നാനത്തോടുകൂടി നാം ഓരോരുത്തരും പുതുമനുഷ്യനായി തീർന്നിരിക്കുന്നു. ഇനി നാം തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ക്രിസ്തുവേശുവിൽ നാം ഒന്നായി തീർന്നിരിക്കുന്നു. ഗലാത്യർ 3:28. കർത്താവേ, സ്നാനത്താൽ ഈ ലോകത്തിന് മരിച്ച് നിന്നോടൊപ്പം ഒരു പുതിയ മനുഷ്യനായി എന്നെ ഉയർപ്പിച്ചിരിക്കുന്നതിനാൽ നന്ദി, സ്തോത്രം. ആമേൻ. യേശുനാഥനോടൊത്തു ഞാൻ ക്രൂശിതനായി, ഇനി വേറില്ല ജീവിതമേ മതിയേ. എന്നെ സ്നേഹിച്ചവൻ, തന്നെ ഹോമിച്ചവൻ, തന്നിൽ മാത്രമാണ് എന്നുടെ ജീവിതമേ. എന്നെ സ്നേഹിച്ചവൻ, തന്നെ ഹോമിച്ചവൻ, തന്നിൽ മാത്രമാണ് എന്നുടെ ജീവിതമേ. ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല, എന്നെ യേശു ജീവിക്കുന്നു. അവൻ ജീവിക്കുന്നു, അവൻ ജീവിക്കുന്നു, എന്നെ യേശു ജീവിക്കുന്നു. എനിക്കിനിമേൽ ജീവിതം ക്രിസ്തുവത്രേ, ഇനി മരണം എനിക്കൊരു നേട്ടമത്രേ. എനിക്കിനിമേൽ ജീവിതം ക്രിസ്തുവത്രേ, ഇനി മരണം എനിക്കൊരു നേട്ടമത്രേ. ഞാൻ ജീവിക്കിലും ഞാൻ മരിക്കുകയിലും എന്റെ യേശുവിൽ ശാശ്വത ഭാഗ്യമത്രേ. ഞാൻ ജീവിക്കിലും ഞാൻ മരിക്കുകയിലും എന്റെ യേശുവിൽ ശാശ്വത ഭാഗ്യമത്രേ. ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല, എന്റെ യേശു ജീവിക്കുന്നു.